എൻ്റെ ഭാര്യയ്ക്ക് ത്രോട്ടിലായിരുന്നു, ലിംഫോമ എന്ന് പറയും. ഇറ്റ് വാസ് ഇൻ ദ 4th സ്റ്റേജ്. അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അവിടെ ഒരു 3 കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു. വൈദ്യരുടെ മരുന്ന് 3 മാസം കൊണ്ട് കംപ്ലീറ്റ്ലി ക്യൂറായി. 15 വർഷം മുമ്പ് നട്ടലിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. 20 ദിവസം ഞാൻ എണീച്ച് നടക്കാൻ തുടങ്ങി. ഫിറ്റായിട്ട് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമമില്ല, എല്ലാം ഓക്കെയാണ്. 9 മാസമായി ബ്രസ്റ്റിന് ക്യാൻസറായിട്ട് വന്നതാണ്. നമ്മൾ MERലൊക്കെ പോയി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മരുന്ന് കുടിക്കുന്നുണ്ട്, മരുന്ന് ഇനിയും കുടിക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പാളയംതോടം വാഴയുടെ കാമ്പിന്റെ നീരെടുത്ത് കുടിക്കുക. അങ്ങനെ അയാൾ കഴിച്ചു. 20ാമത്തെ ദിവസം എന്റെ അരികിൽ കണ്ട് വണ്ടി കയറി മാലോം എന്ന് പറഞ്ഞ സ്ഥലത്ത് സുനിൽ എന്ന് പറയുന്ന അദ്ദേഹം എത്തി. ക്രിയാറ്റിൻ കൂടി ഡയാലിസ് ചെയ്യേണ്ട അദ്ദേഹത്തിന് ക്രിയാറ്റിൻ ഒഴിവായി, അതിന്റെ കാമ്പ് കൊണ്ട് നീര് കൊണ്ട്. വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്ന സന്ദേശവുമായി കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നടക്കുന്ന ഹരിതാമൃതം ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തങ്കച്ചൻ വൈദ്യൻ എന്ന കാസർഗോഡ് മാലോം സ്വദേശിയായ തങ്കച്ചൻ വൈദ്യന്റെ അരികിൽ എത്തിയിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ വിവിധ ചികിത്സകൾക്കായി എത്തിയിട്ടുള്ള ആളുകളാണ്. പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ത്രോട്ടിലായിരുന്നു, ലിംഫോമ എന്ന് പറയും. ഇറ്റ് വാസ് ഇൻ ദ 4th സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജിലായിരുന്നു. യൂട്യൂബിലൂടെ കണ്ടിട്ട് അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അവിടെ ഒരു 3 കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു. വൈദ്യരുടെ മരുന്ന് 3 മാസം കൊണ്ട് കംപ്ലീറ്റ്ലി ക്യൂറായി. 3 മാസം തുടർച്ചയായി കഴിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ 1 മാസം കൂടെ ഞങ്ങളുടെ ഒരു ആശാഭാഷം കൊണ്ട് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് 1 മാസത്തോടു കൂടി കംപ്ലീറ്റ് മരുന്ന് നിർത്തി. മരുന്ന് നിർത്തിയിട്ട് 3 കൊല്ലമായി. എല്ലാ വർഷവും പെറ്റ് സ്കാൻ എടുക്കും. എല്ലാ 3 മാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് എടുക്കും. ഇന്ന് വരെ വേറെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ തുടർച്ചയായി സ്കാൻ ചെയ്ത് നോക്കുന്നതുകൊണ്ടാണ് മനസ്സിലായത്, കുറഞ്ഞു എന്ന് മനസ്സിലായി. അത് കുറഞ്ഞു എന്നുള്ളത് വൈദ്യരെ കാണിച്ചിരുന്നു. വൈദ്യർ പറഞ്ഞു ഇനി കഴിക്കേണ്ട മരുന്ന് കഴിക്കേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഞാൻ സുഖമായി യോഗയൊക്കെ ചെയ്ത് ആരോഗ്യം വീണ്ടെടുത്തു. ഈ പത്യമൊക്കെ എങ്ങനെയായിരുന്നു? പത്യം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഭക്ഷണക്രമങ്ങളും എല്ലാം അദ്ദേഹം പറഞ്ഞതുപോലെ. ആയുർവേദത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. എത്ര വർഷം മുന്നെയാണ് ഇവിടെ വന്നത്? ഞാൻ ഇപ്പോൾ 6 മാസമല്ലേ ഇവിടെ വന്നിട്ട്. എന്തായിരുന്നു ബുദ്ധിമുട്ടുകളൊക്കെ? എനിക്ക് തലവേദനയായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പോൾ 3 സർജറി കഴിഞ്ഞു. ഇപ്പോൾ ഡോക്ടർ വീണ്ടും തലവേദന സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും 4 വന്നിട്ട് 4 മണിക്കൂർ വന്നിട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എൻ്റെ അയൽവക്കത്തിൽ ചേച്ചിയായിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ. ഇപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ജോമോന് ഒരു കുഴപ്പമില്ല. ജോമോൻ ഉഷാറായി. ജോമോന് ഏകദേശം എത്ര 9 മഴയാണ്. ഈ തലയിൽ 9 മഴയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും ഇല്ലെന്ന് എനിക്ക് 5-6 മാസമായി എൻ്റെ മരുന്ന്. അപ്പോൾ മരുന്ന് കഴിച്ച ജോമോൻ്റെ 9 മുഴകളും പോയിട്ടുണ്ട്. അത് ദൈവാനുഗ്രഹം. എനിക്കിതുപോലെ ബ്രസ്റ്റിനായിരുന്നു ക്യാൻസർ. അപ്പോൾ ഒരു കീമോ ചെയ്ത്, അപ്പം കീമോ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇത്രയും ഭാഗം എടുത്ത് കളയണമെന്ന്. അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെയാണ് തങ്കച്ചൻ ഡോക്ടറെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് വൈദ്യരെ കണ്ട് മരുന്നുകളൊക്കെ തന്ന് എനിക്കിപ്പോൾ 2 മാസവും 11 ദിവസമായി. ഇപ്പോൾ എനിക്ക് നല്ല കുറവുണ്ട്. തുടർന്നും മരുന്ന് ഞാൻ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ജോസഫ് സെബാസ്റ്റ്യൻ എന്ന തങ്കച്ചൻ വൈദ്യനുണ്ട്. ഇവിടെ എന്തൊക്കെ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് അങ്ങയുടെ കയ്യിലല്ലേ? എൻ്റെ കയ്യിലിപ്പം ഞാൻ കൊടുക്കുന്ന ക്യാൻസറിനാണല്ലോ മെയിനായിട്ട് അങ്ങനെ കൊടുക്കുന്നു. പിന്നെ നട്ടല് പോയവരോ അങ്ങനെ അപകടം പറ്റിയവരോ അവരൊക്കെ നമ്മൾ ഒരു പരിധിവരെ രക്ഷപ്പെടുത്തി സാധാരണ നിലയിലേക്ക് വന്ന 10-15 വർഷമായവരുണ്ട്. അതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ നട്ടലിന് ക്യാൻസറാന്ന് പറഞ്ഞാൽ അത് 3-4 മാസം കൊണ്ട് തന്നെ ആൾ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ ഏത് രോഗത്തിന്, അതായത് ഞാൻ ആദ്യമായി ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന പാമ്പ് വിഷചികിത്സയാണ്. ആ വിഷചികിത്സയിൽ ഏത് പാമ്പ് കടിച്ചാലും നമ്മുടെ വീട്ടിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ മരുന്ന് കൊടുത്ത് അവിടെ ഇരുത്തി പിന്നെ നമ്മുടെ കുട്ടികളും ഭാര്യയൊക്കെ കൂടി അവരെ പരിചരിച്ച് അവരെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവർ പോകും. സാധാരണ നിലയിൽ അവർ പോകുന്നു. അപ്പോൾ വിഷചികിത്സ മുതൽ തുടങ്ങി ക്യാൻസർ വരെയുള്ള എല്ലാ ചികിത്സയ്ക്കും ആര് വന്നാലും നമ്മളവരെ പരിചരിക്കും. കാരണം ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ചതാണോ, ഏത് സ്റ്റേജാണോ, ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ കുറേ ആളുകൾ രക്ഷപ്പെടും, കുറേ ആളുകൾ പരാജയപ്പെടും. പക്ഷേ നമ്മുടെ ചികിത്സയ്ക്കുള്ള പ്രത്യേകത കൃത്യമായ പഥ്യമാണ്, കൃത്യമായ ജീവിത രീതിയാണ്. ആ കൃത്യമായി പഥ്യമെടുക്കുന്ന ഏതൊരു വ്യക്തിയും സമാധാനം കിട്ടും. എത്ര ദിവസം ജീവിക്കുമല്ലോ, എത്ര കാലം ജീവിക്കുന്നത് അത് ഈശ്വരൻ്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പം ആളിന് സമാധാനം കിട്ടി സന്തോഷത്തോടെ അവർ വളരെ പിന്നെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ 2021 മെയ് 1-ാം തീയതി തൊട്ട് മരുന്ന് കഴിക്കുന്നു. ഇപ്പം മരുന്ന് കുറവ് ചെയ്ത് കൊണ്ടുവരുന്നു. അസുഖം മാറിയെന്ന് ഡോക്ടർ പറഞ്ഞ് നിർത്താമെന്നും പറഞ്ഞ്, എങ്കിലും കുറച്ചും കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പഴയ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇല്ല. ബുദ്ധിമുട്ടുകളുമില്ല, പഴയതുപോലെ ഒരു ബുദ്ധിമുട്ടുകളുമില്ല. ഒരു 15 വർഷം മുമ്പ് നട്ടലിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു.
അത് ഡോക്ടറെ കാണിച്ചെടുത്ത് ഡോക്ടർ പറഞ്ഞു ഞാൻ തെങ്ങേറ്റ തൊഴിലാളിയാണ്, തെങ്ങ് കയറാൻ കയ്യില, അതിനെ നിങ്ങൾ തൊഴിൽ മതിയാക്കി പറഞ്ഞു. അങ്ങനെ ഞാൻ തങ്കച്ചൻ വൈദ്യരെ ക്ലാസ് കേൾക്കലുണ്ട് റേഡിയോയിൽ. അങ്ങനെ ഫോൺ നമ്പർ എഴുതിയെടുത്തിട്ട് അങ്ങനെ വന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് രോഗത്തിന്? ഇപ്പം 20 ദിവസം കൊണ്ട് എന്നെ എണീച്ച് നടത്തിച്ചിന്. 20 ദിവസം ഞാൻ എണീച്ച് നടക്കാൻ തുടങ്ങി. 1 മാസം മരുന്ന് കഴിച്ചുകൊണ്ട് പിള്ളേർ നിങ്ങൾ തെങ്ങ് കയറിക്കോ പറഞ്ഞു. ആ കയറ്റം ഞാൻ ഇപ്പോൾ 15 കൊല്ലമായിട്ട് കയറുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ക്യാൻസർ പോയിൻ്റ് ആയിരുന്നു ആദ്യം, ചെറിയ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അങ്ങനെ വൈദ്യരെ ഞാൻ പരിചയപ്പെട്ടു, യൂട്യൂബിലും മറ്റു ഫേസ്ബുക്കിലായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വൈദ്യരോട് കാര്യങ്ങൾ പറഞ്ഞു. വൈദ്യർ പറഞ്ഞ് അത് മരുന്ന് കുടിച്ചാൽ മതി ഇതായി. അങ്ങനെ 6-7 മാസം മരുന്ന് കുടിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ പഥ്യം ചിറ്റായിട്ട് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞ പോലെ പഥ്യത്തിൽ നിൽക്കണം. അതാണ് അവർ പറഞ്ഞ പോലെ മരുന്ന് കുടിക്കാന്ന് വെച്ചാൽ ഓക്കെയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വയനാട്ടിൽ 9 മാസമായി ബ്രസ്റ്റിന് ക്യാൻസറായിട്ട് വന്നതാണ്. ഞങ്ങൾ MERലൊക്കെ പോയി അവിടെ നിന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ 9 മാസമായിട്ട് സാറ് മരുന്ന് കുടിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മരുന്ന് ഇനിയും കുറച്ചും കൂടെ കുടിക്കണം എന്നാണ് വൈദ്യർ പറഞ്ഞത്. ഇപ്പം ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുണ്ട്? ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇല്ലില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മരുന്ന് കുടിക്കുന്നുണ്ട്, മരുന്ന് ഇനിയും കുടിക്കണം എന്നാണ് പറഞ്ഞത്. താങ്കളെ നേരിട്ട് കാണാൻ ഫോണിൽ കൂടി വിളിച്ചിട്ട് വരണം. അങ്ങനെ എവിടെയൊക്കെ ഉണ്ട്? ഫോണിൽ കൂടി വിളിക്കും. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ മരുന്ന് നേരിട്ട് വന്ന് മരുന്നുകൾ വാങ്ങിപ്പോവും. ഫോണിൽ കൂടി നമ്മൾ മരുന്ന് DTDC മുഖേന അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ കൊറിയർ മുഖേന മരുന്ന് അയച്ചു കൊടുക്കും വിവരങ്ങൾ പറയുമ്പോൾ. അപ്പോൾ ആ അയച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ നമ്മൾ എല്ലാവരും കാണാറില്ല. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ അസുഖമുള്ളവർ വരുന്നു. അപ്പം നമ്മൾ അവരെ കാണാം. അവർ ചിലപ്പം വീഡിയോ കോൾ ചെയ്യും, അതല്ലെങ്കിൽ അവർ വിളിച്ചു പറയും. അപ്പം നമ്മളത് അനുസരിച്ച് മരുന്നവർക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും. എല്ലാവർക്കും മറ്റൊരു സംശയം, ഈ ഹോസ്പിറ്റലുകളൊക്കെ ശസ്ത്രക്രിയ ലക്ഷങ്ങൾ മുടക്കിയ ശസ്ത്രക്രിയ നടത്തിയവർ അല്ലെങ്കിൽ നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടവരൊക്കെ താങ്കളുടെ അടുത്ത് വന്ന് സാന്ത്വനമായി പോയി എന്ന് പറയുന്നത് പലർക്കും സംശയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ ഞാൻ പറയുന്നത്, ഓപ്പറേഷൻ വേണ്ട ഏത് കാര്യത്തിനും ഓപ്പറേഷൻ വേണം. പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് എല്ലാ ചികിത്സകളും വേണം. ഇത് മറ്റൊരു ചികിത്സാശാസ്ത്രമാണ്, ഇതൊരു ശാഖയാണ്. ഇത് ലോകാരംഭം മുതലുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് ഈ പാരമ്പര്യ വൈദ്യം. ഈശ്വരൻ സൃഷ്ടിച്ച മുഴുവൻ ചെടികൾക്കും അതിൻ്റെ അമൂല്യമായ നിധി അതിലുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ എല്ലാവരും പറയുന്നൊരു കേസാണ് പൊട്ടാസ്യം കൂടിയെന്ന്. അതായത് പഴങ്ങൾ കഴിച്ചാൽ പൊട്ടാസ്യം കൂടും. അതേ പഴം കായ പച്ച, ആ പച്ച നമ്മൾ മുറിച്ചിട്ട് വറവല കറിയാക്കി കഴിച്ചാൽ പൊട്ടാസ്യം നോർമലാവും. അതിന് ഏറ്റവും നല്ല മൈസൂർ വാഴയാണ്. ആ മൈസൂർ വാഴയുടെ കാമ്പ് നമ്മൾ കഴിച്ചാൽ ഡയാലിസിസ് വേണമെന്ന് പറയുന്നതും 18 മേലെ ക്രിയാറ്റിൻ ആളിനെ വരെ ഞാൻ രക്ഷപ്പെടുത്തി. ആളിവിടെ വരും, തൃശ്ശൂരുകാരനാണ്, ഇപ്പോൾ ഉടനെ എത്താൻ സാധ്യത. 18 മേൽ ക്രിയാറ്റിനായി ഇനി മരിച്ചു പോകുള്ളൂ, ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ ആളിനോട് എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പാളയംതോടം വാഴയുടെ കാമ്പിൻ്റെ നീരെടുത്ത് കുടിക്കുക, ഓരോ ഗ്ലാസ് കുടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കഴിച്ചു. 20ാമത്തെ ദിവസം എൻ്റെ അരികിൽ കണ്ട് വണ്ടി കയറി മാലോം എന്ന് പറഞ്ഞ സ്ഥലത്ത് സുനിൽ എന്ന് പറയുന്ന അദ്ദേഹം എത്തി. അദ്ദേഹം സൗഖ്യമായി. അപ്പം നോക്കിയേ, ഒരു വാഴയിൽ നിന്ന് ഇപ്പം ഞാനെന്താ പറഞ്ഞു, ഒന്ന് ക്രിയാറ്റിൻ കൂടി ഡയാലിസിസ് ചെയ്യേണ്ട അദ്ദേഹത്തിന് ക്രിയാറ്റിൻ ഒഴിവായി, അതിൻ്റെ കാമ്പ് കൊണ്ട് നീര് കൊണ്ട് മൈസൂർ വാഴയുടെ. അതിൻ്റെ പഴം കഴിക്കുമ്പോൾ പൊട്ടാസ്യം കുറവെടുക്കുക, പൊട്ടാസ്യം ആവശ്യത്തിന് കിട്ടും. മലബന്ധം അത് പോകും. അതുപോലെ തന്നെ അതിൻ്റെ പച്ചക്കായ് കറി വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം കൂടുതലുണ്ടെങ്കിൽ അതിന്ന് മാറും. ഇനി ഇതിൻ്റെ കൂമ്പ് കറി വെക്കുകയും ഈ കാമ്പിൻ്റെ നീര് കഴിക്കുകയും ചെയ്താൽ എത്ര കൂടിയ ഷുഗർ നോർമലാവും. ഈശ്വരൻ മണ്ടനായോണ്ടാണ് ഇങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഒരു പാളയംതോടം വാഴ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത് വഴിയരിയിൽ കിടക്കുന്ന പുല്ല്, നമ്മൾ പറയുന്നില്ലേ ഇത് വെറും പുല്ലാണ്. ആ പുല്ല് വൈകുന്നേരം അല്ല ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പശുവിന് കൊടുത്താൽ 12 മണിക്കൂർ കഴിയുമ്പോൾ രാവിലെ പോയി കറക്കുന്നെടുക്കുന്ന പാലിലെ ഗുണങ്ങൾ എത്രയാണ്. ആ പാലിനകത്ത് പിന്നെ വിഷമയമായ ആഹാരങ്ങൾ ചേർത്ത് പശുവിന് കൊടുക്കാതെ അത് ഉപയോഗിച്ചാൽ മനുഷ്യന് നല്ല ഗുണം കിട്ടുമല്ലോ. അപ്പോൾ ആ പാല് ഉണ്ടാകുന്ന ആ ശാസ്ത്രം എന്ത് ശാസ്ത്രമാണ്? അതാണ് ദൈവശാസ്ത്രം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് ദൈവം എല്ലാം കൊടുത്തിട്ടുണ്ട്, തിരിച്ചറിഞ്ഞെടുത്താൽ മതി. ഇത് പരസ്യമൊന്നും അല്ല, ആരെയും ഉപദ്രവിക്കാനല്ല. ഒരു ചികിത്സയ്ക്കും ഞാൻ എതിരല്ല. എല്ലാ ചികിത്സയ്ക്കും അനുകൂലമായി എല്ലാ ചികിത്സയും ഹൃദയത്തോട് ചേർക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ഏത് അസുഖം കൊണ്ടെങ്കിലും മനുഷ്യനാണ്, ഈ ഭൂമിയിൽ തന്നെ അതിന് പോംവഴികളുണ്ട്, പരിഹാര മാർഗ്ഗങ്ങളുണ്ട്. അത് കണ്ടെത്തി ചികിത്സിക്കുക മാത്രമാണ് പാരമ്പര്യ ചികിത്സയിലൂടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ, ജൈവ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഹരിതാമൃതം പോലെയുള്ള പരിപാടികളും ഈ 14 വർഷമായി ചെയ്യുന്നത്.